ബംഗ്ലാദേശിൽ ഭരണപരിഷ്കാരങ്ങൾക്ക് പുറമെ രാഷ്ട്രപിതാവും അവാമി ലീഗ് സ്ഥാപകനുമായ മുജീബുർ റഹ്മാന്റെ പാരമ്പര്യം തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടപ്പാക്കുകയാണ് യൂനുസ് സർക്കാർ. ഇതിന്റെ ഭാഗമായി കറൻസി നോട്ടുകളിൽ നിന്ന് മുജീബുറിന്റെ ചിത്രം സർക്കാർ നീക്കി. പകരമായി ബംഗ്ലാദേശിലെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച കാൻഡാജെബ് ക്ഷേത്രത്തിന്റെ ചിത്രമാണ് ബംഗ്ലാദേശിന്റെ കറൻസിയായ ഡാക്കയുടെ 20ന്റെ നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രം. 2015-ലെ ബോംബാക്രമണം നേരിട്ട ക്ഷേത്രം. ക്ഷേത്ര പരിസരത്തായി ഒരു മുസ്ലിം പള്ളി ഉയർന്നു വരുന്നതിനെതിരെ 2024-ൽ ഹൈന്ദവർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ജൂൺ 1-നാണ് പുതിയ ചിത്രമടങ്ങിയ 20 ഡാക്ക കറൻസി നോട്ട് പുറത്തു വന്നത്. ദിനാജ്പൂരിലെ ചരിത്ര ആർക്കിടെക്ചറായ കാൻഡാജെബ് ക്ഷേത്രത്തിന്റെ ചിത്രം നോട്ടിന്റെ ഇടതുവശത്തായി നൽകിയിരിക്കുന്നുവെന്ന് ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കായ ബംഗ്ലാ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ എല്ലാ പുതിയ കറൻസി നോട്ടുകളിലും ഉള്ളതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ പുഷ്പമായ വാട്ടർ ലില്ലിയുടെ ചിത്രവും 20 ഡാക്ക നോട്ടിലുണ്ട്. ഇതുകൂടാതെ നോട്ടിന്റെ മറുപുറത്തായി പഹർപൂർ ബുദ്ധ ആശ്രമത്തിന്റെ ചിത്രവുമുണ്ട്. നവോഗോൺ ജില്ലയിലാണ് ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളിൽ ഒന്നായി 1985-ൽ ഈ ആശ്രമം തിരഞ്ഞെടുത്തിരുന്നു. ഹിന്ദു ക്ഷേത്രത്തിനും ആശ്രമത്തിനും പുറമെ പുതിയതായി പുറത്തിറക്കിയ നോട്ടുകളിൽ മുസ്ലിം പള്ളികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 100 ഡാക്ക നോട്ടിൽ ഷെയ്ഖ് ഖുബൂസ് മസ്ജിദും 50 ഡാക്ക നോട്ടിൽ താര മസ്ജിദും 10 ഡാക്ക നോട്ടിൽ ബൈതുൽ മുക്കറം മോസ്കുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ടെറാക്കോട്ടയിൽ തീർത്ത കൻഡാജെബ് ക്ഷേത്രം. കാന്താജി ക്ഷേത്രമെന്നും കാന്താനഗർ ക്ഷേത്രമെന്നും പേരുകളുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരായ കാന്തയിൽ നിന്നാണ് ഈ പേരുകൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നതെന്ന് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ബംഗ്ലാദേശ് വ്യക്തമാക്കുന്നു. 1704-ൽ ദിനജ്പൂരിന്റെ മഹാരാജ പ്രനാഥാണ് ക്ഷേത്രം പണി കഴിപ്പിക്കാൻ ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ മഹാരാജ രാംനാഥ് 1752-ൽ ഈ ക്ഷേത്രത്തിന്റെ പണി അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 2015-ൽ ന്യൂ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് തീവ്രവാദികളാണ് കാൻഡാജെബ് ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയത്. ഡിസംബറിൽ ഭക്തർ രാഷ്മേള നടത്തവേ 3 ബോംബുകളാണ് ക്ഷേത്രത്തിന് നേരെ വർഷിച്ചത്. ഐസിസിന്റെ ഘടക സംഘടനകളിലൊന്നാണ് ന്യൂ JNB. ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും നിരോധിച്ച സംഘടനയാണിത്. സംഭവത്തിനു പിന്നാലെ 3 JNB തീവ്രവാദികൾ പിടിയിലായെങ്കിലും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം സംഘടന ഏറ്റെടുത്തില്ല. ആക്രമണത്തിന് മുൻപ് ക്ഷേത്രത്തിലെ പുരോഹിതനെതിരെ ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ക്ഷേത്ര പരിസരത്തായി മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധമുയർന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ദിനാജ്പൂർ MP MD സക്കറിയ സാക്കെയാണ് പള്ളിയുടെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടത്തിയതെന്ന് ധാക്ക ട്രൈബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നു. പള്ളിയോട് ചേർന്ന സർക്കാർ ഭൂമിയുണ്ട്. പാട്ടത്തിനെടുത്ത ആ ഭൂമിയിൽ പള്ളി നിർമ്മിക്കട്ടെ, ക്ഷേത്രസ്വത്ത് ക്ഷേത്രത്തിൽ തന്നെ തുടരുമെന്നാണ് പള്ളി പണിയാനുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെക്കുറിച്ച് 2024 സെപ്റ്റംബറിൽ യൂനുസ് സർക്കാരിന്റെ മതകാര്യ ഉപദേഷ്ടാവ് AFM ഖാലിദ് ഹുസൈൻ പറഞ്ഞത്. ബംഗ്ലാദേശിലെ മാറുന്ന രാഷ്ട്രീയ മുഖത്തിന്റെ പ്രതിഫലനമാണ് പുതിയ 20 ഡാക്ക നോട്ട്. 2012-ലാണ് ഇതിനു മുൻപ് നോട്ടിൽ മാറ്റങ്ങൾ വരുത്തിയത്. രാഷ്ട്രപിതാവായ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം അക്കൊല്ലമാണ് നോട്ടിൽ ഉൾപ്പെടുത്തിയതെന്ന് ബംഗ്ലാ ബാങ്ക് വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് മുജീബുർ റഹ്മാൻ. 2009-ലെ തിരഞ്ഞെടുപ്പിലാണ് ബംഗ്ലാദേശിൽ ഹസീനയും അവാമി ലീഗും അധികാരത്തിൽ വന്നത്. 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളെ തുടർന്ന് രാജ്യം വിടുന്നതുവരെ അവർ അധികാരത്തിൽ തുടർന്നിരുന്നു. ഹസീന സർക്കാർ 2012-ൽ 20 ഡാക്ക നോട്ടിൽ മാറ്റം വരുത്തുന്നതിന് മുൻപ് ഛോട്ടാ സോന മുസ്ലിം പള്ളിയുടെ ചിത്രമാണ് നോട്ടിലുണ്ടായിരുന്നത്.